ഞാൻ പാരമ്പര്യമായിട്ട് തിറ പൂതൻ കലാ സംസ്കാരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. തലമുറകളായിട്ട് കൊണ്ടുപോകുന്ന ക്ഷേത്രകലാരൂപമാണ് തിറയും പൂതനും. ഇത് ഒരു ഭഗവതി കോലാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ദാരികോതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കിത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനപ്പൂമാരായിട്ട് അങ്ങനെ കൈമാറി വരുന്നൊരു കലാരൂപമാണ്. അപ്പോൾ നമുക്കിത് കിട്ടുന്നത് കാരണം വെച്ചാൽ ഒരു ഭയങ്കര ഇതിനോടൊരു പാഷനാണ് ഇത് പറഞ്ഞു വെച്ചാൽ തരാന്ന് പറഞ്ഞു വെച്ചാൽ. നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന വരിക്കപ്ലാവിൻ്റെ വേര് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതിലെ പ്രധാന ഈ ഒരു ഭാഗം അതിൽ കൊത്തി വെച്ചിരിക്കണ വ്യാളിയാണ്. വ്യാളി എന്ന് പറഞ്ഞാൽ അശ്വവേദാളി. അത് ദേവിയുടെ ഒരു വാഹനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ദേവി അശ്വവേദാളിയുടെ പുറത്ത് കയറി ഇരിക്കുന്ന രൂപമാണ് തറയിൽ കൊത്തി വെച്ചിട്ടുള്ളത്. പൂതൻ എന്ന രൂപം പറയുന്നത് നമുക്ക് മുരുക്കിൻ്റെ തടിയിൽ നിന്നാണ് നമ്മൾ പൂതൻ്റെ രൂപം മുഖഭാവം, അതായത് നാവ് കടിച്ചുള്ള രൂപമാണ്. ഉത്സവത്തിനാണ് നമ്മളിത് കെട്ടിയാടുക. അതിൻ്റെ ചരിത്രപരമായിട്ട് വരുന്നത് അങ്ങനെയാണ്. ദേവി ദാരികവാദം ചെയ്തു വരുന്ന കാളീനെ മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ് പൂതൻ. ദേവീ ക്ഷേത്രങ്ങളാണ് കൊണ്ടാടുന്നത്. ഇപ്പോൾ വരുന്ന പുതുതലമുറകൾ അതിനോട് ഒരുപാട് സഹകരിച്ച് ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലേക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഈ പൂതൻ എന്ന വേഷം പറയുന്നത് നമ്മളെ കാളിയുടെ ഒരു ഭൂതം ആണ്. അതായത് കാളിക്ക് വഴി തെളിയിക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. നമ്മളൊരു മുന്നോട്ട് പോകുന്നൊരു വെളിച്ചം കാണിക്കുന്ന ഒരു വ്യക്തി, ഇരുട്ടത്തൊരു വെളിച്ചം കാണിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിലാണ് പൂതൻ വരുന്നത്. ഏത് അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ 5 ദിവസം മുന്നെയോ 7 ദിവസം മുന്നെയോ 10 ദിവസം മുന്നെയോ പൂതൻ കെട്ടിയാടാറുണ്ട്. അത് വണ്ണൻ പെരുവണ്ണൻ, അതായത് വിഷ്ണുമായത്തിങ്കൽ പെരുവണ്ണൻ സമുദായക്കാരാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മയിൽപ്പീൽ ഉപയോഗിച്ചിട്ടാണ് മുമ്പ് ഉണ്ടാക്കിയിരുന്നത്. പുല്ല്, ചെങ്ങണപ്പുല്ല്, ഈ വക സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ അതൊക്കെ മാറി ഷീറ്റായതുകൊണ്ട് ഇതിന് നമ്മൾ കുതിരക്കണ്ണെന്നാണ് പറയുക. ഈ ഷേപ്പിലുള്ള ഈ സാധനങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് ഇത്തരത്തിലായതുകൊണ്ടാണ് ഇത് തലയിൽ ബാലൻസ് ചെയ്ത് കളിക്കാൻ പറ്റുക. അത് ഷേപ്പും പിന്നെ ഇത് കലാകാരൻ്റെ ബാലൻസിങ്ങും കൈപുണ്യവും നൈപുണ്യവും മെയ്വഴക്കവും ഉള്ള കലാകാരന്മാരാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ ഒരു കാർന്നരായത് നമ്മുടെ ഒരു ചേട്ടനായത് നമ്മുടെ ഒരു അച്ഛൻ്റെ ഗുരുസ്ഥാനീയനാണ് ആൾ പേര് രാജേട്ടൻ മുല്ലയ്ക്കല്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ വാണിയംകുളത്തുള്ള ആൾ തന്നെയാണ്. ആളൊക്കെയാണ് നമ്മുടെ വഴി തെളിയിച്ച് കൊണ്ടുവന്ന ആൾക്കാർ. ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ നമുക്കുണ്ട്. എന്നാൽ അവർ ചെയ്തു തരുന്ന, കാണിച്ചു തരുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പേര് രാധാകൃഷ്ണൻ. അനുഷ്ഠാന കലാരൂപമായ പൂതനന്തറയും ദേവീക്ഷേത്രങ്ങളിൽ കെട്ടിയാടുന്നു.